നമസ്കാരം. ഹിന്ദുമതത്തിൽ എത്ര ദൈവങ്ങളുണ്ടെങ്കിലും തമിഴ് ഗ്രാമങ്ങളിലെ കാവൽ ദൈവമായ മുനിയപ്പന് ഭക്തരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പൂട്ടുമുനിയപ്പൻ, ചെട്ടിക്കാട് മുനിയപ്പൻ, മേട്ടൂർ മുനിയപ്പൻ, ഇരുട്ടുക്കൽ മുനിയപ്പൻ എന്നിങ്ങനെ ദിശയ്ക്കൊരു മുനിയപ്പൻ കോവിൽ സേലത്തിലുണ്ട്. അതേപോലെ പ്രശസ്തമായ ഒരു മുനിയപ്പൻ കോവിലിനെ പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു വെണ്ണംകൊടി മുനിയപ്പൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം സേലം ജില്ലയിൽ സേലം ബാംഗ്ലൂർ ബൈപ്പാസിൽ ജാഗീർ അമ്മാപാളയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠ സേലം നഗരത്തിന്റെ കാവൽ ദൈവമായ വെണ്ണംകൊടി മുനിയപ്പ സ്വാമിയാണ്. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ലോകത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശിവാംശമെന്ന് പറയപ്പെടുന്ന മുനിയപ്പന്റെ അവതാര കഥ ഇപ്രകാരമാണ്. അന്തകാസുരൻ എന്നൊരു അസുരൻ ദേവന്മാർക്ക് സദാ ഉപദ്രവം ചെയ്തു വന്നു. അസുരനിൽ നിന്നും രക്ഷ നേടാൻ ദേവന്മാർ ശ്രീപാർവതിയെ പൂജിച്ചു. ദേവി കാർത്യാനിയമ്മൻ എന്ന നാമത്തിൽ അവതരിച്ചു. പിന്നീട് ലാടമുനി, മുത്തുമുനി, ചെമ്മുനി, വാൾമുനി, കരുമുനി, കുംഭമുനി, ജഡമുനി എന്നിങ്ങനെ 7 പുത്രന്മാരെ സൃഷ്ടിച്ചു. അവർ അന്തകാസുരനെ കീഴടക്കി. പിന്നീട് എല്ലാ മുനികളും ഒന്നു ചേർന്ന് ഒരേ മുനിയുടെ രൂപത്തിലായി. കലിയുഗത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് വന്നു. അവരുടെ അംശമായി വിളങ്ങുന്നയാളാണ് ഈ മുനിയപ്പ സ്വാമി എന്നാണ് വിശ്വാസം. പൊതുവെ 108 മുനിയപ്പന്മാരുണ്ടെന്നാണ് പുരാണങ്ങൾ. കാടുകളിൽ മാത്രം അപൂർവമായി കാണാറുള്ള വെണ്ണംകൊടി എന്ന വള്ളിച്ചെടി കാലാകാലങ്ങളായി ഒരു കൂടാരം പോലെ തിങ്ങി വളർന്നതിനടിയിലാണ് മുനിയപ്പ സ്വാമിയുടെ ഇരിപ്പിടം. അതിനാലാണ് സ്വാമിക്ക് വെണ്ണംകൊടി മുനിയപ്പൻ എന്ന നാമം വന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കാണിക്ക വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കോവിൽ നിർമ്മിക്കാം. പക്ഷേ വെണ്ണംകൊടി മുനിയപ്പന് കോവിൽ താല്പര്യമില്ല എന്ന് പ്രശ്നചിന്തയിൽ തെളിഞ്ഞതിനാൽ 500 വർഷത്തിലേറെയായി മൂർത്തി ഈ വള്ളിച്ചെടി കൂടാരത്തിന് കീഴെ തന്നെയാണ് കുടികൊള്ളുന്നത്. 10 തലമുറയിലേറെയായി ഒരേ പൂജാരി കുടുംബത്തിന്റെ പിന്മുറക്കാർ തന്നെയാണ് പൂജയും ചെയ്യുന്നത്. ഇവിടെ ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ഈ ക്ഷേത്രം മാറ്റണം എന്നൊരു ചിന്ത അധികാരികൾക്കുണ്ടായെങ്കിലും ചില അമംഗളങ്ങൾ നടന്നതിനെ തുടർന്ന് അവർ ഈ തീരുമാനം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. കന്യാകുമാരിയിൽ നിന്ന് ഈ വഴി രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്ന ലോറി ഡ്രൈവർമാരും പുതിയ വണ്ടി വാങ്ങുന്നവരും ജാതിമത ഭേദമന്യേ ഈ വഴി പോകുന്ന യാത്രികരും ഈ ക്ഷേത്രത്തിൽ കയറാതെ പോകാറില്ല. തേങ്ങയുടച്ചും നാരങ്ങ പൂജിച്ചു വാങ്ങിയും യാത്ര തിരിച്ചാൽ ആപത്തുകൾ സംഭവിക്കില്ല. മുനീശ്വരൻ തന്നെ അവർക്ക് തുണയായി വരും എന്നാണ് വിശ്വാസം. വേൽവിലങ്ക് എന്ന ചെറിയ ഇരുമ്പു കമ്പി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പൂജ ചെയ്താൽ നീചശക്തികൾ അടുക്കില്ല എന്നാണ് വിശ്വാസം. ഇതിന് കട്ടുവർത്തനം എന്നാണ് പേര്. ഈ പൂജ ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് വെണ്ണംകൊടി മുനിയപ്പൻ കോവിൽ. അമാവാസിയിൽ ആഭിചാരം നീക്കാൻ പൂജകളും നാരങ്ങ പൂജിച്ചു കൊടുത്ത് ദൃഷ്ടിദോഷം നീക്കുന്ന സമ്പ്രദായവും ഇവിടെയുണ്ട്. വെള്ളി, ഞായർ, അമാവാസി, പൊങ്കൽ ദിനങ്ങൾ ഇവിടെ വിശേഷപ്പെട്ടത്. ഈ ദിനങ്ങളിൽ കോഴി, ആട്, പന്നി എന്നിവ ബലി നൽകുന്ന മുപ്പൂജയും ഇവിടെ നടക്കുന്നു. വിവാഹ തടസ്സവും സന്താന തടസ്സവും മാറ്റാൻ പൂജകളും ചരട് ജപിച്ചു കൊടുക്കുന്ന കീഴ്വഴക്കവും പ്രസിദ്ധി പറ്റത്. മദ്യപാനശീലത്തിന് അടിമയായവർ ഈ ശീലം മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഇവിടെ വന്നാൽ അവർ മുനിയപ്പന് മുന്നിൽ സത്യം ചെയ്ത് പൂജാരി കൊടുക്കുന്ന ചരട് കയ്യിൽ കെട്ടിപ്പോയാൽ 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ആ ശീലം മാറിയിരിക്കും എന്നാണ് പറയുന്നത്. അർദ്ധരാത്രി സമയം മുതൽ രാവിലെ 3 മണിക്കൂറിലുള്ള നേരങ്ങളിൽ മുനിയപ്പ സ്വാമി സേലത്തിന്റെ ഗ്രാമങ്ങളിൽ കാവൽ ജോലിക്കായി പുറത്തിറങ്ങുമെന്നും പിന്നീട് ക്ഷേത്രത്തിൽ നടക്കുന്ന അതിരാവിലെ 3 മണിക്കുള്ള അഭിഷേകങ്ങളിൽ ഭക്തർ പങ്കുകൊണ്ടാൽ ആഗ്രഹസിദ്ധി എന്നതിന് തർക്കമില്ല എന്നതാണ് ഇവിടെയുള്ള ഗ്രാമവാസികളുടെ ഭാഷ്യം. മുനിയപ്പ സ്വാമിക്ക് വിരാലിമലയിലെ പോലെ ചുരുട്ടും ഉജ്ജയിനി കാലഭൈരവ ക്ഷേത്രത്തിലേതുപോലെ മദ്യവും നിവേദിക്കാറുണ്ട്. മേൽക്കൂരയെല്ലാം വെണ്ണംകൊടി വള്ളിച്ചെടികളാൽ പടർന്നു കിടക്കുന്ന 500 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ കനലരിയുന്ന കണ്ണുകളോടെ മീശയിൽ നാരങ്ങയോടെ വലതുകാൽ മടക്കി ഇടതുകാൽ തൂക്കിയിട്ട് വലതു കൈയിൽ വേലും ഇടതു കൈയിൽ വാളുമായി വള്ളിച്ചെടി കൊണ്ടുണ്ടാക്കിയ സിംഹാസനത്തിൽ ഗംഭീരമായി ഇരിക്കുകയാണ് മുനിയപ്പ സ്വാമി. കാൽച്ചുവട്ടിൽ നാഗർശിലകൾ. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ കടലാസുകളിൽ എഴുതി മാലയായി കെട്ടി മുനിയപ്പന്റെ വേലിൽ വെച്ചാൽ വേഗം കാര്യങ്ങൾ നടക്കും എന്നാണ് വിശ്വാസം. ദിനവും ആയിരക്കണക്കിന് ആളുകളാണ് എപ്പോഴും തുറന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെത്തുന്നത്. മാരിയമ്മൻ കോവിലിലെ പോലെ ഭക്തർ പൊങ്കാല തയ്യാറാക്കിയും കവിളിൽ ശൂലം കുത്തിയും അഗ്നിച്ചട്ടി ഏന്തിയും തങ്ങളുടെ വഴിപാടുകൾ നിറവേറ്റുന്നു. ഭക്തർക്ക് പൊങ്കൽ വയ്ക്കാനും അന്നദാനത്തിനും വലിയൊരു മണ്ഡപം ക്ഷേത്രത്തിന്റെ വകയായുണ്ട്. അതല്ലാതെ ആഗ്രഹം സാധിച്ചവർ ആ പ്രാർത്ഥനയുടെ പ്രതിമകൾ വാങ്ങി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന വഴിപാടും ഇവിടെ കാണാം. ക്ഷേത്രത്തിൽ പെരുമാൾക്ക് പ്രത്യേകം സന്നിധിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്യാസി മലയിലുള്ള പെരുമാളെ പൂജിച്ചിരുന്നതായും വാർദ്ധക്യത്തിൽ മല കയറാനാവാതെ വന്നപ്പോൾ അദ്ദേഹം പെരുമാളെ ഇവിടെ പ്രതിഷ്ഠിച്ചെന്നും പിന്നീട് ഇവിടെ തന്നെ സമാധി അടഞ്ഞു എന്നുമാണ് വിശ്വാസം. സേലത്തിലെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയാത്ത നാട്ടുകാർ ചുരുക്കം. ആഗ്രഹ സാഫല്യത്തിനായി വിദേശത്ത് നിന്ന് വരെ ഭക്തർ ഈ ശക്തിയുള്ള ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രതിദിനം 500 വണ്ടികളെങ്കിലും നിർത്തി വാഹന പൂജകൾ ചെയ്തു പോകുന്ന സേലത്തിലെ പ്രശസ്തമായ മുനിയപ്പൻ കോവിലാണിത്. 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പാലഭിഷേകവും മറ്റ് അഭിഷേകങ്ങളും ഇവിടെ ദിനവും നടക്കുന്നു. ഭഗവാന് നാരങ്ങാമാല ചാർത്തുന്നത് ഇവിടെ വിശേഷപ്പെട്ടത്. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സേലം പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സേലം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.